ഹലോ കുട്ടികളെ, ഇന്നീ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഏകാൻ ശ്രീവാസ്തവ് രചിച്ച സില ബീനത്തി ലഡ്കിയാം, സില പെറുക്കുന്ന പെൺകുട്ടികൾ എന്ന കവിതയുടെ വരികളും അവയുടെ അർത്ഥങ്ങളുമാണ്. ധാൻ കട്ടായിക്കെ ബാദ്, നെല്ല് കൊയ്ത്തിനുശേഷം, ഖാലി ഖേത്തോമേ, ശൂന്യമായ പാടങ്ങളിൽ, വേ രംഗീൻ ചിടിയോം കി തരഹ ഉതർത്തി ഹൈ, അവർ വർണ്ണക്കിളികളെപ്പോലെ ഇറങ്ങിവരുന്നു. സില ബീനനെ ഝുണ്ട് കി ഝുണ്ട്, നെൽമണികൾ പെറുക്കാൻ കൂട്ടം കൂട്ടമായി. और एक खेत से दूसरे खेत में, പിന്നെ ഒരു പാടത്ത് നിന്ന് മറ്റൊരു പാടത്തേക്ക്. ഉഡ്തി ഫിർത്തി ഹെ, അവർ പറന്നു നടക്കുന്നു. ദൂബ്രാജ് ഹോ, ദൂബ്രാജാണോ? വിഷ്ണുഭോഗ് യാ നാഗാകേസർ, വിഷ്ണുഭോഗാണോ അതോ നാഗാകേസറാണോ? വേ രംഗ് ഓർ ഖുഷ്ബൂസെ, നിറത്തിൽ നിന്നും മണത്തിൽ നിന്നും. ഉൻഹേം പഹചാൻ ലേത്തി ഹെ, അവരവയെ തിരിച്ചറിയുന്നു. ദോപഹർ ഭർ ഫേലി രഹത്തി ഹെ, ഉച്ചസമയത്രയും പടർന്നു നിൽക്കുന്നു. പീലി ധൂപ് മേ ഉൻകി ഹസി, മഞ്ഞ വെയിലിൽ അവരുടെ ചിരി. ഔർ ഗുൻഗുനാഹട്ട്, പിന്നെ അവരുടെ മൂളലുകളും. ഉൻകെ ബാലോം മേം ഹസ്തേ രഹത്തെ ഹെ, അവരുടെ മുടിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കണേർ കെ ഫൂൽ, കണവീരപ്പൂക്കൾ. ഒരേക് ഗുലാബി റോഷിനി, പിന്നെ ഒരു പിങ്ക് പ്രകാശം. ഉൻകെ ചെഹ്റേ സെ ഫൂട്ട്കർ, അവരുടെ മുഖത്തുനിന്ന് പുറപ്പെട്ട്. ഫേൽത്തി രഹത്തി ഹെ ധർത്തി പർ, ഭൂമിയിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ജബ് ഝുക്നേ ലഗ്തേ ഹെ ദിൻ കെ കന്ധേ, പകലിന്റെ തോളുകൾ താഴാൻ തുടങ്ങുമ്പോൾ, അതായത് വൈകുന്നേരമാകുമ്പോൾ. ഓർ ഉൻഹേ ലഗ്താ ഹെ കി ഇത്നി, അത്രയും ശേഖരിച്ചപ്പോൾ അവർക്കു തോന്നുന്നു. ബാലിയോം സി ഹോ ജായേഗാ തയ്യാർ, ഈ കതിരുകൾ കൊണ്ട് തയ്യാറാക്കാം. 1 ജൂൺ കെ ലിയെ ബഡ്കി ഭർ ഭാത്, ഒരു നേരത്തേക്ക് ഒരു പാത്രം ചോറ്. വി ലോട്ട് ജാതി ഹെ ഘർ, അവർ വീട്ടിലേക്ക് മടങ്ങുന്നു. ജൈസെ ചോഞ്ച് മാർക്കർ ഉഡ് ജാനെ കെ ബാദ് ഭി, ചുണ്ടുകൊണ്ട് വെള്ളത്തിൽ കൊത്തി പറന്നുപോയതിനു ശേഷവും. ബഹുത് ദേർ തക് ഭരാ രഹതാ ഹെ, കുറേ നേരം നിറഞ്ഞു നിൽക്കുന്നു. പാനീമേ ജൽ പാഖി കാ സംഗീത്, വെള്ളത്തിൽ ആ പക്ഷിയുടെ സംഗീതം. ഖാലി ഖേത്തോമേ, ഒഴിഞ്ഞ പാടങ്ങളിൽ. ബഹുത് ദേർ തക് ഭരാ രഹതാ ഹെ, കുറേ നേരം നിറഞ്ഞു നിൽക്കുന്നു. ഉൻകാ ഹോന, അവരുടെ സാന്നിധ്യം. കുട്ടികളെ, ഇതോടെ നമ്മുടെ കവിതയിലെ ഓരോ വരികളുടെയും അർത്ഥങ്ങൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.